അഫ്ഗാൻ തലസ്ഥാനമായ കാബൂൾ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. തങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നുവെന്നും അഫ്ഗാനിസ്ഥാനുമായി ഒരു തുറന്ന യുദ്ധത്തിന് തുടക്കമിടുകയാണെന്നുമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റെ പ്രഖ്യാപനം. വെള്ളിയാഴ്ച പുലർച്ചെ 1:50 കാബൂളിൽ ആദ്യ സ്ഫോടനങ്ങൾ കേട്ടു തുടങ്ങിയത്. പാക് യുദ്ധവിമാനങ്ങൾ കാബൂളിന് പുറമെ താലിബാൻ്റെ ശക്തി കേന്ദ്രമായ കാണ്ഡഹാറിലും പക്തിയ പ്രവിശ്യയിലും ആക്രമണം നടത്തുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അതിർത്തി തർക്കമാണ് ഇപ്പോൾ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുന്നത്. പാകിസ്ഥാൻ്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയതായി താലിബാൻ ഭരണകൂടവും അവകാശപ്പെടുന്നുണ്ട്. താലിബാൻ വക്താവ് സബിയുള്ള മുജാഹിദ് പുറത്തുവിട്ട വിവരമനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ സൈന്യം പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും നിരവധി പാക് സൈനികരെ വധിക്കുകയും ചെയ്തു എന്നാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇത് പാകിസ്ഥാൻ നിഷേധിച്ചിട്ടുണ്ട്. പാക് ആക്രമണത്തിൽ 133 അഫ്ഗാൻ പോരാളികൾ കൊല്ലപ്പെട്ടതായാണ് ഇസ്ലാമാബാദ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഈ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ ഗസബ്ലിൽ ഹക്ക് എന്നാണ് പാകിസ്ഥാൻ പേരിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് നീങ്ങിയത്? പാകിസ്ഥാൻ താലിബാൻ അഥവാ TTP ഗ്രൂപ്പുകൾക്ക് അഫ്ഗാനിസ്ഥാൻ അഭയം നൽകുന്നു എന്നതാണ് പാകിസ്ഥാൻ്റെ പ്രധാനമായ ആരോപണം. പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളുടെ ഉറവിടം അഫ്ഗാനിസ്ഥാൻ മണ്ണാണെന്ന് ഇസ്ലാമാബാദ് ആവർത്തിക്കുകയുമാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളിക്കളയുന്ന താലിബാൻ പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിക്കുകയാണെന്നാണ് കുറ്റപ്പെടുത്തുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായാണ് മുന്നോട്ട് പോകുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരുപക്ഷത്തോടും സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അത് ഈ മേഖലയിലെ സാമ്പത്തിക സ്ഥിതിയെയും സുരക്ഷയെയും സാരമായി ബാധിക്കും. ലോകം ഉറ്റുനോക്കുന്നത് താലിബാൻ ഭരണകൂടത്തിൻ്റെ അടുത്ത നീക്കത്തിലേക്കും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടലിലേക്കുമാണ്.